കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സ്ട്രീറ്റിൽ നമ്മളെ പുതിയൊരു ഫ്രണ്ട് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഹലോ ഇവൻ അടിപൊളി കേട്ടോ. അപ്പോൾ അങ്ങനെ അടുത്ത പുള്ളിക്കാരൻ ഇവൻ അവൻ്റെ ഫ്രണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാമകൃഷ്ണ നഗറിലുള്ള എച്ച് ബ്ലോക്കിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി സ്ഥലമാണ്. അത്യാവശ്യം എന്താ പറയുക, കാമായിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ഇരുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് കാണുന്നത്. നല്ല സ്ഥലമാണ്, അടിപൊളിയാണ്. തിമ്മയ്യ പാർക്കിൻ്റെ ഓപ്പോസിറ്റാണ് ഈ സ്ഥലം വരുന്നത്. തിമ്മയ്യ പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമകൃഷ്ണ നഗറിലുള്ള എച്ച് ബ്ലോക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ തിമ്മയ്യ പാർക്കുള്ളത്. തിമ്മയ്യ എന്ന് പറയുന്നൊരു അമ്മയാണ്. ആ അമ്മയുടെ പേരിലാണ് ഈ ഒരു സ്ഥലം ഇപ്പോൾ അറിയപ്പെടുന്നത്. അപ്പോൾ തിമ്മയ്യ പാർക്ക് അതൊരു ആക്ടിവിസ്റ്റാണ്, ലേഡി ആക്ടിവിസ്റ്റാണ്. അപ്പോൾ എൻവയറമെൻ്റൽ പ്രൊട്ടക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ലേഡി ചെയ്യാറ്. അപ്പോൾ അവരുടെ ഓർമ്മയ്ക്കായിട്ടാണ് ആ പാർക്ക് ഇന്ന് നാമകരണം ഉള്ളത്. അങ്ങനെ ആ പാർക്കിലോട്ടേക്ക് പോകാനുള്ള എൻട്രിയാണിത്. അങ്ങനെ അങ്ങോട്ടേക്ക് പോവാണ്. 4 വശത്തൂടെയും ഇതിന് എൻട്രി ഉണ്ട്. അത്യാവശ്യം നടക്കാമെന്നതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയതാണ്. നല്ലൊരു വൈബാണ് ഈ ഒരു ഈവനിങ് ടൈമിൽ കിട്ടുന്നത്. ഇതൊക്കെ നല്ല വൈബ് വരുന്നൊരു സ്ഥലമാണ് ഈവനിങ് ടൈമിൽ. സിറ്റിയിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്കിതുപോലുള്ള വൈബ് കിട്ടുന്ന സ്ഥലം ഒന്നിതാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ JP നഗർ, പിന്നെ ഇങ്കൽ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒക്കെ കിട്ടും. പക്ഷേ ഈ ഒരു ഏരിയ കുറച്ചുകൂടി ബെറ്ററാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു സീനും കാര്യങ്ങളൊക്കെ, അതായത് ഇവിടെ സ്പോർട്സ്, യൂട്ടിലിറ്റീസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എമ്യൂണിറ്റീസൊക്കെ ഉണ്ട് ഇവിടെ. അത്യാവശ്യം ആൾക്കാരൊക്കെ ഇവിടുന്ന് സ്പോർട്സ് ചെയ്യും. ഇതിൻ്റെ അപ്പുറം ആയിട്ട് ഈ പിള്ളേരൊക്കെ അവിടെ ഒരു സ്പോർട്സ്, അതായത് ഈ ക്രിക്കറ്റ് ടൂർണമെൻറ്റ്സ് എന്നൊക്കെ പറയുമല്ലോ, അതുപോലുള്ളതൊക്കെ അവിടെ കാണുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ മെയിനായിട്ടുള്ളത്. ഈ ഒരു സ്ഥലത്ത് കുറേ ആൾക്കാർ ഈവനിങ്ങിലൊക്കെ പുറത്തിറങ്ങുക, സംസാരിക്കുകയൊക്കെ ചെയ്യുന്നൊരു ആയിട്ടാണ് ഇവിടെ കാണുന്നത്. ഞാനിവിടെ ഇറങ്ങിയപ്പോൾ അങ്ങനെയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. ഒരുപാട് ആൾക്കാർ പല ദിക്കുന്നായിട്ട് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇരുന്ന് അവർ എന്ത് ചെയ്യും, അവരുടെ സമയം സ്പെൻഡ് ചെയ്യും. ഈവനിങ്ങിൽ ഈ വയസ്സായ ആൾക്കാരാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു ഭാഗത്തൊക്കെ ഇരിക്കാനും എടുക്കാനും നല്ലൊരു വൈബാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു സ്പോർട്സ് ക്യാമ്പ്. അതായത് ഇവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഇവിടുന്ന് പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. അതായത് ക്രിക്കറ്റ്സ് എങ്ങനെയൊക്കെ ആ ഒരു രീതിയിലൊക്കെയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പോർട്സിൻ്റെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് ആ റോഡ്, കാണുന്ന റോഡാണ് വിവേകാനന്ദ റോഡിലേക്ക് പോകാനുള്ള ഒരു ക്രോസ് റോഡ്. പല ക്രോസ് റോഡുകളുണ്ട്, പക്ഷേ ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ വിവേകാനന്ദ നഗറിലെത്താം. അപ്പോൾ ഈ റോഡിലൊക്കെ നമുക്ക് നേരെ അങ്ങനെ കുറച്ചുകൂടി മുന്നോട്ട് പോകുന്ന സമയത്ത് ഇടതുവശത്തായിട്ടാണ് തിമ്മയ്യ പാർക്ക് കാണാം. സോ ഇത് അത്യാവശ്യം നല്ലൊരു സ്ഥലമാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്തൊരു സ്ഥലം തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഈവനിങ്ങിലൊക്കെ നല്ലൊരു അടിച്ചുപൊളി, നല്ല എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചിരിക്കാനും നടക്കാനും എടുക്കാനൊക്കെ നല്ലൊരു ഏരിയ ആണിത്. അപ്പോൾ ഇത് പോകുന്ന നേരെയുള്ള റോഡ് ഇനിയിപ്പോൾ നേരെ വിവേകാനന്ദ നഗറിലേക്കുള്ള റോഡാണ്. ഇപ്പോൾ ഈ കാണുന്നത് നമ്മളത്തെ ആ പാർക്കാണ്, ഞാൻ പറഞ്ഞ തിമ്മയ്യ പാർക്കാണ്. നല്ല ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. ഇവിടെയൊക്കെ കാണാൻ നല്ലൊരു അറ്റ്മോസ്ഫിയറൊക്കെ ആയതുകൊണ്ട് നല്ലൊരു ബ്യൂട്ടിഫുള്ളാണ്. ആ ഗേറ്റിനപ്പുറത്തായിട്ട് കാണുന്ന സ്ഥലമുണ്ടല്ലോ, വലതുവശത്തായിട്ടുള്ള ആ ഗേറ്റിനപ്പുറമുള്ള, അതാണ് ലേക്ക് ആയിട്ട് ബന്ധപ്പെട്ട ഒരു പാർക്ക്. അതൊരു പാർക്ക് തന്നെയാണ്, പക്ഷേ ഈ പാർക്കും ആ പാർക്കുമായിട്ട് വ്യത്യാസമുണ്ട്. അത് നേരെ വേറെ ഒരു സ്ഥലത്തേക്ക് പോയിട്ട് ചേരുന്ന ഒരു പാർക്കാണ്. അത്യാവശ്യം നല്ലതാണ് കാണാൻ. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ഇടാം. ഈ കാണുന്ന കണ്ടോ, ഇത് ഇവിടുത്തെ സർക്കാരിൻ്റെയാണ്. 5 രൂപയോ 20 രൂപയൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിനനുസരിച്ചിട്ട് വെള്ളം കിട്ടും. അപ്പോൾ ഈ പറഞ്ഞ പാർക്കിലേക്ക് പോകാനുള്ള റൈറ്റ് സൈഡിലൂടെയുള്ള വഴിയാണത്. അതിനുശേഷം നേരെ വിവേകാനന്ദ റോഡിലേക്കുള്ള ക്രോസ് റോഡിലൂടെയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആക്ച്വലി പറയുകയാണെങ്കിൽ നല്ലൊരു വൈബ് കിട്ടുക ഈവനിങ്ങും, അതുപോലെ തന്നെ മോർണിംഗ് വാക്കും ഈവനിങ് വാക്കൊക്കെ നല്ല പെർഫെക്ഷനാണ്. ഒന്നാമത് നമുക്ക് ഹ്യൂമിഡിറ്റി വളരെ കുറവായതുകൊണ്ട് ഇവിടെ നമുക്കൊരു നല്ലൊരു എന്തൂസിയാസ്റ്റിക് മൂവ്മെൻ്റാണ് നമ്മളിവിടെ നിന്ന് നടക്കുമ്പോൾ. സോ അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ടേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ.
ഇതൊക്കെ ഇവിടുത്തെ ക്രോസ് റോഡുകളാണ്. ഈ ക്രോസ് റോഡുകളൊക്കെ ഇവിടുത്തെ രജിസ്റ്റേർഡ് ആയിട്ടുള്ളതാണ്. ഇവിടുത്തെ സർക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ റോഡിനും ഓരോ പേര്, അതായത് പേരും സ്ട്രീറ്റ് നമ്പർ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഏതൊരാൾക്കും പെട്ടെന്ന് ഈ ഒരു സ്ട്രീറ്റ് നമ്പർ, വീട് നമ്പർ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എത്താൻ പറ്റും. നമ്മളെ നാട്ടിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ നമുക്ക് അങ്ങനെ ഒരു സ്ഥലത്ത് എത്താനും എടുക്കാനും ഒക്കെ. കാരണം വീട്ട് നമ്പർ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓരോ സ്ഥലങ്ങളിലായിട്ട് സിറ്റികളിലൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എത്തിപ്പെടാൻ പറ്റും. അങ്ങനെ നമ്മളിതാ പുതിയ മെയിൻ റോഡിലേക്ക് എത്താൻ പോവുകയാണ്. ഇതാണ് വിവേകാനന്ദ റോഡ്. അതായത് നമുക്ക് തിമ്മയ്യ റോഡെന്ന് പറയും. ഇവിടുന്ന് ക്രോസ് റോഡ് അപ്പുറം പോയി കഴിഞ്ഞാലാണ്, മറുവശത്താണ് ഈ പറഞ്ഞ വിവേകാനന്ദ നഗറിലേക്കുള്ള റോഡ് വരുന്നത്. ഇത് യഥാർത്ഥത്തിൽ പേരുള്ള തിമ്മയ്യ പാർക്ക് റോഡ് തന്നെയാണ്. തിമ്മയ്യ പാർക്ക് റോഡ് ഇവിടെ നേരെ തിമ്മയ്യ പാർക്ക് റോഡാണ്. അങ്ങോട്ടേക്കാണ് സിറ്റിയിലോട്ടുള്ള വഴി. അത് നേരെ അങ്ങോട്ടേക്ക് കാണുന്ന റോഡ് ഇപ്പോൾ അടുത്ത് ടാർ ചെയ്തതാണ്. ഇത് വളരെ എന്താ പറയുക, നമുക്ക് നടക്കാൻ യോജ്യമല്ലായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം ടാറൊക്കെ ചെയ്ത് റോഡൊക്കെ ഒന്ന് കുട്ടപ്പനായി. അപ്പോൾ അതിന് ശേഷം ഇനിയിപ്പോൾ നേരെ പോവുകയാണ്. ഇവിടെ ബസ് സ്റ്റോപ്പുണ്ട്. അത് മാത്രമല്ല ഈ വഴികളൊക്കെ വളരെ കുറവാണ്. ഇത് ട്രാൻസ്പോർട്ടേഷൻ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ബസ് അത്യാവശ്യം ആൾക്കാർക്കൊക്കെ വണ്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് ട്രാൻസ്പോർട്ടേഷൻ എളുപ്പമാണ്. ഇവിടെ ബസ് വരും, പക്ഷേ മണിക്കൂറുകൾക്കൊക്കെ ബസ്സുകൾ കിട്ടത്തുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ, ഈ ഒരു ഏരിയ മാത്രം. മറ്റുള്ള ഏരിയകളിലോട്ട് ട്രാൻസ്പോർട്ടേഷൻ അത്യാവശ്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരു അത്യാവശ്യം കാമായിട്ടുള്ള ഏരിയ ആണ്. ആൾക്കാരൊക്കെ വളരെ കുറവാണ് ഈ ഏരിയയിലോട്ടൊക്കെ. അതുകൊണ്ടാണ് ഈ ട്രാൻസ്പോർട്ടേഷനൊക്കെ അധികം ഇല്ലാത്തത്. അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഈ പറഞ്ഞ സ്ഥലങ്ങളിലേക്ക് തിമ്മയ്യ പാർക്കുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ, ആ ഭാഗത്തൊക്കെയുള്ള റെസിഡൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാർക്ക് സിറ്റിയിലോട്ടൊക്കെ പോയിട്ട് കാര്യങ്ങളൊക്കെ വാങ്ങുന്നുണ്ടെങ്കിലും നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ ഭാഗത്തൊക്കെ വന്നിട്ട് വാങ്ങിക്കാവുന്നതാണ്. അധികം വലിയ തരത്തിലൊന്നും അല്ലെങ്കിലും അത്യാവശ്യം മോശമില്ല. ഈ സൈഡിലൊക്കെ പാർക്കും അതുപോലെ ഈ ഷോപ്പുകളും പിന്നെ ക്ലിനിക്സും പിന്നെ അതുപോലെ തന്നെ മെഡിക്കൽ സെൻറ്റേഴ്സും ഹോസ്പിറ്റലൊക്കെ ഉണ്ട്. പക്ഷേ ഒന്നും അധികമല്ല എന്ന് മാത്രം. അങ്ങനെ നമ്മളിപ്പോൾ വിവേകാനന്ദ ഈ പറഞ്ഞ തിമ്മയ്യ പാർക്കിൽ നിന്ന് നമ്മൾ ലെഫ്റ്റിലോട്ടേക്ക് കട്ട് ചെയ്യണം. അതായത് നമ്മൾ ഏത് വഴിയാണോ വന്നത് അതിൻ്റെ വേറൊരു ക്രോസ് റോഡാണിത്. അപ്പോൾ തിരിച്ച് വീണ്ടും ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് അങ്ങോട്ടേക്ക് പോവുകയാണ്. അതായത് രാമകൃഷ്ണ നഗറിലേക്ക് തിരിച്ച് പോവുകയാണ്. ഈ പറയുന്നതെല്ലാം ഒരു സറൗണ്ടിൽ രാമകൃഷ്ണ നഗർ എന്നാണ്. അപ്പോൾ ഈ രാമകൃഷ്ണ നഗർ, വിജയനഗർ, പിന്നെ അതുപോലെ തന്നെ സരസ്വതീപുരം, ഇങ്ങനെയുള്ള ഏരിയകളുണ്ടാവുമല്ലോ. ആ ഏരിയകളിൽ ഓരോ ബ്ലോക്കും പിന്നെ അതിനനുസരിച്ചുള്ള സ്ട്രീറ്റും നമ്പേഴ്സും എഴുതിയിട്ടുണ്ടാവും. അത് പ്രകാരമാണ് ആൾക്കാർക്ക് പെട്ടെന്ന് എത്താൻ പറ്റുന്നത്. ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടെങ്കിലും നമുക്ക് അവിടെ നിന്ന് ഇന്നേരത്തിലേക്ക് പോകണം എന്ന് പറയണമെങ്കിൽ അവിടെയുള്ള സ്ട്രീറ്റ് നമ്പേഴ്സും പിന്നെ ബ്ലോക്ക് ഏതാണ് അങ്ങനെയുള്ളതൊക്കെയാണ് നമുക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന വഴി. മാത്രമല്ല ഇവിടെയൊക്കെ പൂവൊക്കെ വീണ് നോക്കിയേ. ഈ സ്ട്രീറ്റുകളിൽ രണ്ട് ബിസൈഡിലായിട്ടും മരങ്ങളൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ട്. നമുക്ക് ഈ വെയിൽ വരുന്ന സമയത്ത് അബ്സോർബേഷനും പിന്നെ അത് മാത്രമല്ല മനസ്സിനൊരു നല്ലൊരു കുളിർമയാണ്. ഇരുവശത്തായിട്ട് ഈ പറഞ്ഞതുപോലെ ഇവിടെ ഈ കാണുന്ന ചെടികളുണ്ടല്ലോ, ഈ ചെടികളൊക്കെ നല്ലൊരു സൂപ്പറാണ്, കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ ആൾക്കാർക്ക് അതൊരു ഗുണമാണ്. അതൊക്കെ ആസ്വദിച്ചിട്ട് നടക്കാം, എടുക്കാം. അങ്ങനെയൊക്കെ എല്ലാ സ്ഥലങ്ങളിലും ഓരോ സ്ട്രീറ്റിനനുസരിച്ചിട്ട് ഇടതും വലതുമായിട്ട് റോഡുകളും ക്രോസുകളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഓരോ ഷോട്ടായിട്ട് ലേഔട്ടൊക്കെ ആയിട്ടാണ് ഇവിടെ വീടുകളുള്ളത്, റെസിഡൻഷ്യലായിട്ടുള്ളത്. വലിയൊരു ഉപകാരമാണ്. കാരണം നമ്മൾ വേറൊരു വീട്ടിലൂടെ കയറി പോകേണ്ട അടുത്ത വീട്ടിലെത്താൻ. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ നമുക്കിത് സ്ട്രീറ്റിൽ ഓരോ സൈഡിൽ ഓരോ വീട്ടിൽ ഓരോ സ്ഥലത്തെത്താൻ വേണ്ടിയിട്ട് എളുപ്പമാണ്.
അങ്ങനെ ഒരു ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തി. ഒരു ചെറിയ ക്ഷേത്രമാണ്. അവിടെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് ഓപ്പണായിട്ട്. അപ്പോൾ അത്യാവശ്യം പൂജകളൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് നടന്നു. നേരെ പോകുന്നത് സിറ്റിയിലോട്ടുള്ള വഴിയാണ്. അതൊരു ചെറിയൊരു ക്രോസ് റോഡാണ്. നമുക്ക് സിറ്റിയിലോട്ടേക്ക് എളുപ്പത്തിൽ അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു ക്രോസ് റോഡ്. അപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. അതിന് പകരം ഞാൻ ലെഫ്റ്റിലോട്ട് കട്ട് ചെയ്യുകയാണ്. ഇത് ഒക്കെ റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഓൾമോസ്റ്റ് ഈ ഭാഗങ്ങളൊക്കെ റെസിഡൻഷ്യലാണ്. സിറ്റി എന്ന് പറയുന്നത് വളരെ കുറവാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഈ റെസിഡൻഷ്യൽ ഏരിയ വളരെ പരന്നതാണല്ലോ. കാണാനും ഭംഗിയേറിയ ഒരു ഫെസിലിറ്റീസാണ് ഇവിടെ. അത് എത്രയും പെട്ടെന്ന് എത്തിച്ചേരാനും സിറ്റിയിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞാലും ഒരു അത്യാവശ്യം നമുക്ക് ഉൾവനങ്ങളിലെ ഒരു ഫീല് നമുക്ക് വളരെ കുറവാണ്. ഇത് യഥാർത്ഥത്തിൽ മൈസൂരിൽ പറയുകയാണെങ്കിൽ ഇത് ഒരു ഹള്ളിയാണ്. പക്ഷേ നമുക്ക് ആ ഒരു സിറ്റിയുടെ ഒരു ഗുണം തരും. ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇതൊരു സിറ്റിയുടെ വൈബ് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഫെസിലിറ്റീസിൻ്റെയും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ സിറ്റിയിലോട്ടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് ഒരു 4 കിലോമീറ്റർ 5 കിലോമീറ്റർ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 12 കിലോമീറ്റർ വരെ അത് സിറ്റി ആയിട്ട് കിടക്കും. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസം വൈൻഡപ്പ് ചെയ്യാണ്. അങ്ങനെ നമുക്ക് ഈ തിമ്മയ്യ പാർക്കിൻ്റെ ഫ്രണ്ട് സൈഡ് ഒന്ന് കാണാം. ഇവിടെയൊക്കെ റെസിഡൻഷ്യൽ ഏരിയ ആട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഈ തിമ്മയ്യ പാർക്കിൻ്റെ അടുത്തെത്തി. നല്ലൊരു വൈബല്ലേ. എല്ലാവരും ഈവനിങ് ആകുമ്പോൾ അല്ലെങ്കിൽ മോർണിംഗ് ആകുമ്പോൾ ഇതുപോലെ കാറൊക്കെ എടുത്ത് വരും. അതിനുശേഷം ഇവിടെ വന്നതിന് ശേഷം ഇവിടുന്ന് നടക്കും. ആ ഒരു പാർക്കിൽ നിന്ന് നടക്കും. ഓരോ റെസിഡൻഷ്യൽ ഏരിയയിലും ഓരോ പാർക്ക് വീതം അധികവും എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ സിറ്റികളിൽ കാണാം. പൊതുവെ ബാംഗ്ലൂരും മൈസൂരൊക്കെ ഇങ്ങനെ കാണാം. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബീച്ചുകൾ പോലെയാണ് ഇവർക്ക് പാർക്കും. അങ്ങനെ ഒരു എൻ്റർടൈൻമെൻറ്റ്സിന് വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെയൊക്കെ പാർക്കൊക്കെ വെച്ചിരിക്കുന്നത്. ഈ തിമ്മയ്യ പാർക്ക് അവിടെയാണ് തിമ്മയ്യ പാർക്കിൻ്റെ ഫ്രണ്ട് വ്യൂസ് ഉള്ളത്. നല്ല രസമാണ്. ഇവിടെ അത്യാവശ്യം എല്ലാ ആൾക്കാരും ബൈക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കാറ് കൊണ്ടുവന്നവരുണ്ട്, ബൈക്ക് കൊണ്ടുവരുന്നവരുണ്ട്. അങ്ങനെ എല്ലാവരും ഇതുപോലെ ഇവിടെ വന്ന് ഈവനിങ് ആസ്വദിക്കും. സൺസെറ്റും കാര്യങ്ങളൊക്കെ ഉള്ള പോയിൻറ്റ്സ് ഉണ്ട്. പക്ഷേ എങ്കിലും ഇവിടെ വരികയാണെങ്കിൽ ഇവർക്ക് ഇതൊക്കെയാണ് ഒരു വൈബായിട്ടുള്ളത്. കണ്ട ഒരുപാട് വാഹനങ്ങൾ ഈ സൈഡിലൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ എടുക്കാനൊക്കെ എന്ത് ചെയ്യും, അവിടെ പാർക്ക് ചെയ്ത് ഇവിടെ വന്ന് കണ്ടോ അവിടെയൊക്കെ ഓരോ മീറ്റിങ്സും കാര്യങ്ങളും കുട്ടികളൊക്കെ ചിലവഴിക്കുന്നതും സലപിക്കുന്നതൊക്കെ ആയിട്ട് കാണാം. ഇവിടെ വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാട്ടോ. ഒരു രക്ഷയില്ല. എന്ന് വെച്ചാൽ ആൾക്കാരൊക്കെ ഒരു മൈൻഡും ഒരു റിലാക്സും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് നന്നായിട്ട് കിട്ടുന്നുണ്ട്. അവർക്ക് ഒരു എൻ്റർടൈൻമെൻ്റ് ആണല്ലോ. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ ഒരു വൈബ്. നല്ലൊരു വൈബ് ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഒക്കെ നല്ലതാണ്. മാത്രമല്ല സിറ്റിയുടെ വൈബ് ഉണ്ടാവും. ഈ ഒരു സ്ഥലങ്ങളിൽ ഈ രീതിയിലുള്ള വൈബുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ തിമ്മയ്യ പാർക്കിലോട്ട് കയറാനുള്ള എൻട്രിയാണ് ഈ കാണുന്നത്. ഇത് വഴിയാണ് നമുക്ക് എൻട്രിയിലോട്ട് കടക്കാൻ പറ്റുന്നത്. വല്ല മീറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക ആ പറഞ്ഞൊരു വീട് പോലുള്ള സ്ഥലമുണ്ടല്ലോ, ആ പാർക്കിൻ്റെ ഉള്ളിലോട്ടാണ് അവർ ഈ ആൾക്കാരൊക്കെ റെസിഡൻഷ്യൽ മീറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അങ്ങനെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ആയി.